بسم الله الرحمن الرحيم إن لدينا أنكالا وجحيما وطعاما ذا غصة وعذابا أليما صدق الله العظيم صدق وبلغ رسوله النبي الكريم نحن في زمانه نحن من غلمانه نجنا آفاتنا بمدحنا سيم ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കപ്പെട്ട റമളാനിന്റെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ 10 നോയമ്പുകളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിന്റെ എല്ലാവിധ പോരിശകളും ലഭിക്കുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസാനത്തെ നോയമ്പ് 10 നോയമ്പുകളിലും നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിനോട് നരകമോചനം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നരകമോചനത്തിന്റെ ഈ 10 ദിനരാത്രികളിൽ അല്ലാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ കേവലം നമ്മൾ ഈ റമളാനിലെ അവസാനമുള്ള ഈ ദിനരാത്രികളിൽ മാത്രമാണോ മുഅ്മിനീങ്ങളെ നരകമോചനം ചോദിക്കേണ്ടത്? നമ്മുടെ ജീവിതം എപ്പോഴൊക്കെ നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലും നമ്മുടെ യാത്രകളിലും നമ്മളുടെ ഇരിപ്പിലും കിടപ്പിലും അങ്ങനെ ഏത് സമയങ്ങളിലും നമ്മൾ എല്ലാ ദിവസവും നിത്യേന നരകമോചനം ചോദിച്ചു കൊണ്ടിരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 തവണ നീ നരകമിൽ നിന്നഭയവും തേടുന്നു എങ്കിൽ പറയുമപ്പോൾ നരകവും ഒഴിവാക്കി എന്നിൽ നിന്നിലാഹി അവനെയും എന്നുള്ളതും കാണാം ഹദീസിൽ തന്നെയും. ഹദീസുകളിൽ കാണാമല്ലോ, എല്ലാ ദിവസവും നിത്യേന നരകത്തിൽ നിന്ന് എന്റെ ശരീരത്തിനെ ഹറാമാക്കാൻ ഞാനും നിങ്ങളുമെല്ലാം പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നരകം പറയുകയാണ് റബ്ബിനോട്, ആ മനുഷ്യന്റെ ശരീരത്തിനെ എന്നിലേക്ക് പറഞ്ഞു വിടാൻ പാടില്ല, ആ മനുഷ്യന്റെ ശരീരം എന്നിലേക്ക് ഇട്ട് തരരുതേ റബ്ബേ എന്ന് നിത്യേന നരകത്തിനെ തൊട്ട് അഭയം ചോദിക്കുന്ന ഒരടിമയ്ക്ക് നരകം പടച്ചവനോട് പറയുമെന്ന് പറയുമ്പോ അതുപോലെ തന്നെയാണ് സ്വർഗവും. വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. സ്വർഗത്തിലേക്ക് കടത്തണേ കടത്തണേ എന്ന് നമ്മൾ ദുആ ചെയ്യുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗവും പറയുന്നത് അത് തന്നെയാണ്. ദിവസവും ചുരുങ്ങിയത് 3 തവണയെങ്കിലും പടച്ചവനോട് സ്വർഗത്തിലേക്ക് കടത്താൻ ദുആ ചെയ്യണം. അപ്പോൾ സ്വർഗവും പറയും, ഈ മനുഷ്യനെ എന്നിലേക്ക് തരണേ എന്ന് സ്വർഗം അല്ലാഹുവിനോട് പറയുകയാണ്. നരകത്തിനെ കുറിച്ച് അഭയം ചോദിക്കുമ്പോ നരകം പറയുകയാണ്, ഈ മനുഷ്യന്റെ ശരീരത്തിനെ എന്നിലേക്ക് തരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ശരീരങ്ങളെ നരകത്തിനെ തൊട്ട് ഹറാമാക്കുമാറാകട്ടെ, സ്വർഗത്തിനെ തൊട്ട് വുജൂബാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഇങ്ങനെ നരകത്തിനെ കുറിച്ച് ചോദിക്കാൻ നേരമില്ലാതെ ഇങ്ങനെ അലോസരപ്പെടുത്തി ജീവിതം ഇങ്ങനെ തള്ളി നീക്കി നടക്കുമ്പോൾ നമ്മൾക്കൊന്നും സമയമില്ല. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് പറയാൻ ഇന്ന് സമയമില്ല. എല്ലാവരും ആടുജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയത്താണ് ജീവിക്കുന്നത്. എല്ലാവരുടെയും ചിന്ത മുഴുവനും അവിടെയാണ്. സ്വന്തം ജീവിതത്തിനെ കുറിച്ച് ആർക്കും ചിന്തയില്ല. സോഷ്യൽ മീഡിയകളുടെ പുറകിന് നമ്മുടെ ജീവിതം
ജീവിതത്തിനപ്പുറം വേറൊരു ജീവിതത്തിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആടുജീവിതം എന്നുള്ളതല്ല നരക ജീവിതം എന്നുള്ളത് ഞാനും നിങ്ങളും ഓർമ്മിക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് കേട്ടതുമാണ്, എങ്കിലും അതിൻ്റെതാവുന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇപ്പോഴും കടന്നു വന്നിട്ടില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഉണർത്തുകയാണ്. നരകത്തിന്റെ ഗൗരവം വളരെ വലുതാണ്. നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് ചുരുങ്ങിയ സമയങ്ങളെ കൊണ്ട്, മണിക്കൂറുകളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. നരകത്തിനെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്ത് പുന്നാര നബിയുടെ കണ്ണ് നിറഞ്ഞു പോയെങ്കിൽ ആ നരകത്തിന്റെ തീക്ഷ്ണത, ചൂടിനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇന്നല്ലാഹ തആല ഖലഖന്നാർ. നബിയേ നബിയേ, അല്ലാഹു നരകത്തെ സൃഷ്ടിച്ച് നബിയേ. ഫഔഖദഹാ അൽഫആം. എന്നിട്ട് ആ നരകത്തിലെ തീനെ 1000 കൊല്ലം കത്തിച്ച് നബിയേ. 1000 കൊല്ലം കത്തിച്ചപ്പോൾ ഹത്തഹ്മറത്ത്, അതേ ആ തീയുടെ നിറം ചുവപ്പായി നബിയേ. നരകത്തിനെ പടച്ച് ആ നരകത്തിലെ തീനെ 1000 കൊല്ലം കത്തിക്കുകയാണ്. 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ ഹത്തഹ്മറത്ത്, ചുവപ്പ് നിറമായി തീ മാറുകയാണ്. അല്ലാഹു നിർത്തുന്നില്ല. സുമ്മ ഔഖദഹാ അൽഫാം. വീണ്ടും 1000 കൊല്ലം ആ നരകത്തിലെ തീനെ ഇങ്ങനെ കത്തിക്കുമ്പോൾ അത് വെളുത്ത നിറമാവുകയാ നബിയേ. തീരുന്നില്ല. സുമ്മ ഔഖദഹാ അൽഫാം. വീണ്ടും 1000 കൊല്ലം ആ തീനെ എടുത്തങ്ങ് കത്തിക്കുമ്പോൾ അത് കറുത്ത നിറമായി മാറി നബിയേ. എന്റെ ഈമാനുള്ളവരെ, നരകത്തിനെ പടച്ചു കഴിഞ്ഞിട്ട് 3000 കൊല്ലത്തോളം അതിന്റെ തീ ഇങ്ങനെ കത്തിക്കുകയാണ്. അതിന്റെ തീക്ഷ്ണതയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉണർത്തുകയാണ്. അങ്ങനെ ആദ്യം കത്തിച്ച് 1000 കൊല്ലം കൊണ്ടും പടച്ചവന് മതിയാവുന്നില്ല. വീണ്ടും 1000 കൊല്ലം കത്തിച്ചിട്ടും പോരാ. വീണ്ടും 1000 കൊല്ലം കത്തിച്ചു കഴിഞ്ഞ് അവസാനം കറുകറുത്ത രീതിയിലങ്ങ് നിറമങ്ങ് മാറുമ്പോ അതേ കല്ലൈലിൽ മുസ്ലിമാ, കുറ്റാക്കൂരിട്ടുള്ള പാതിരാവിന്റെ സമയത്ത് അടുത്ത് ഒരു അക്രമി വന്ന് നിൽക്കുന്ന, വാളുമായി നിൽക്കുന്ന സമയം പോലും ആ അക്രമിയെ കാണാൻ പറ്റാത്തത്രയും കൂരിരുട്ടിന്റെ ഒരു നിറം നിങ്ങളുടെ മുഖത്തേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ലേ മുഅ്മിനീങ്ങളെ? അത്രത്തോളം കറുകറുത്ത രീതിയിൽ 3000 കൊല്ലം കൊണ്ട് കത്തിച്ചപ്പോ നരകത്തിന്റെ നിറമങ്ങ് മാറുകയാണ്. അങ്ങനെ അത്രത്തോളം ആ ഭയാനകതകളെ കൊണ്ട് നിറഞ്ഞ നരകം. ആ നരകത്തിലേക്ക് പോകേണ്ടുന്ന വിറകുകൊള്ളികൾ ഞാനും നിങ്ങളുമാണ്. പടച്ചവനെ പേടിക്കാതെ ജീവിതം മോശമായ രീതിയിൽ നടക്കുമ്പോ നരകം നമ്മളെ മാടി മാടി വിളിക്കുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നിങ്ങൾ അറിയണോ, നരകത്തിലേക്ക് നമ്മളെ കൊണ്ടിടുമ്പോ വല്ലാത്ത ദാഹമാ മുഅ്മിനീങ്ങളെ, വല്ലാത്ത ദാഹം. അത് പറയുകയാണ്. അതേ 1000ഓളം വർഷങ്ങള് ഒരു മനുഷ്യന് കിടന്ന് ദാഹിച്ച് കരയുമ്പോ 1000 വർഷങ്ങൾ അങ്ങ് കഴിയുമ്പോ ഒരു മേഘം പടച്ചവൻ ഇങ്ങനെ കാണിച്ചു തരികയാണ്. മേഘം കാണുമ്പോൾ ഇവന്റെ ഉള്ളിൽ വെള്ളം വരുമല്ലോ എന്നുള്ള വല്ലാത്ത മോഹമാണ്. അങ്ങനെ 1000 കൊല്ലം കഴിഞ്ഞൊരു മേഘം കൊണ്ടുവന്ന് ആ മേഘത്തിൽ നിന്ന് വീഴുന്നത് വെള്ളങ്ങളല്ല, വെള്ളത്തുള്ളികളല്ല.
അതേ വലിയ വലിയ കുതിരകളുടെ വലിപ്പമുള്ള തേളുകൾ ഇങ്ങനെ മേഘത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. വലിയ വലിയ പാമ്പുകൾ ഇങ്ങനെ ആ മേഘത്തിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. അതുമാത്രമല്ല, ആ തേളിന്റെ കടി കൊണ്ട് ഇവൻ സഹിക്കാനും കഴിയുന്നില്ല. വല്ലാത്ത ദാഹമാണ്. എത്ര ഗൗരവമേറിയ വിഷയമാണ്. അങ്ങനെ ദാഹിക്കുന്ന സമയത്ത് ഈ നരകത്തിലെ ആളിന്റെ അരികിലേക്ക് കൊടുക്കുന്ന വെള്ളമരികിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ മനുഷ്യന്റെ മുഖം മുഴുവനും കരിയുകയാണ്. അത്രത്തോളം ചൂടുള്ള ഒരു വെള്ളം ചീഞ്ചലമാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, പിന്നെങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് ഇറക്കുന്നത്? അരികത്തേക്ക് കൊണ്ടുവരുമ്പോ മുഖം കരിയുമെങ്കിൽ എങ്ങനെ ഉള്ളിലേക്ക് ഇറക്കും? അതാണ് പറയുന്നത്, ഫശാരിബൂന ശുർബൽ ഹീം. വല്ലാത്ത ദാഹമാണ്. അങ്ങനെ അത് കുടിക്കുന്ന സമയത്ത് ദാഹിച്ചവശയായി വന്നിരിക്കുന്ന ഒരു ഒട്ടകം എങ്ങനെയാണ് ലിറ്റർ കണക്കിന് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്നത് പോലെ നരകവാസിയായ മനുഷ്യൻ ആ വെള്ളം കുടിക്കാൻ കൊതിക്കുമ്പോൾ ആ വെള്ളം എങ്ങാനും ഉള്ളിലെത്തിയാൽ ആമാശയം മുഴുവന് കരിയുകയാണ്. അതുമാത്രമല്ല, സാധാരണ നമ്മൾ വെള്ളം കുടിക്കുന്നത് ദാഹമകറ്റാനാണ്, ഭക്ഷണം കഴിക്കുന്നത് വിശപ്പകറ്റാനാണ്. അതുപോലെ ഈ വെള്ളം കുടിക്കുമ്പോൾ വിശപ്പും കൂടി കടന്നു വരികയാണ്. വിശപ്പ് കടന്നു വന്നാൽ നരകത്തിന്റെ അവസ്ഥ ചിന്തിക്കാൻ കഴിയില്ല. വിശപ്പങ്ങ് കടന്നു വരുമ്പോ അതിൽ കൊടുക്കുന്ന ഭക്ഷണം ആണികളാണ്, മുള്ളാണികളാണ്. തൊണ്ടയിൽ എങ്ങനെ പോയി ആ ഭക്ഷണം ഇങ്ങനെ ഉടക്കിയിരിക്കും. തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങിയിരിക്കും. നമ്മൾക്കിപ്പോൾ ഭക്ഷണത്തിന് പകരം ഒരു പാത്രം നിറയെ ഒരു മത്സ്യത്തിന്റെ മുള്ളു കൊണ്ടുവച്ചിട്ട് എത്രയെന്നും പറഞ്ഞ് നമ്മൾ കടിച്ചു തിന്നും. അതുപോലെ ഇരുമ്പിന്റെ ആണികളാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ നരകവാസിയുടെ തൊണ്ടയിൽ അതിങ്ങനെ കുത്തി ഇരിക്കുകയാണ്. വെറുതെയാണോ? ആ മനുഷ്യന്റെ വയറ് നിറച്ചിങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തൊരു വേദനയാ! എന്നിട്ട് അവിടുന്ന് പടച്ചവൻ ഈ നരകവാസിയായ ഈ മനുഷ്യനെ പരിഹസിച്ച് പറയുകയാണ്, ഇത് സാമ്പിള് മാത്രമാ മോനെ, ഇത് സാമ്പിള് ഭക്ഷണമാണ്. സാമ്പിളാകുന്ന ഭക്ഷണം പോലും തൊണ്ടയിൽ കുത്തിയിട്ട് വേദനിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കരയുമ്പോ, താങ്ങാൻ കഴിയാതെ നരകത്തിൽ കിടന്ന് അടിമ കിടന്ന് പൊട്ടിക്കരയുമ്പോ അല്ല വീണ്ടും പരിഹസിച്ച് പറയുകയാണ്, ഇത് സാമ്പിളാണ്, ഇനി വലുതൊന്നു വരാൻ കിടക്കുന്നതേ ഉള്ളൂ. സാധാരണയായിട്ട് സാമ്പിളായിട്ട് കൊടുത്തത് ഈ ഒരു ഭക്ഷണമാണെങ്കിൽ ഇതിന്റെ ഇനി വരാൻ പോകുന്നതിന്റെ തീക്ഷ്ണത നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതല്ലേ പറഞ്ഞത്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ, അതായത് നരകത്തിന്റെ തീനാൽ പണിത ഒരു ചെരുപ്പെടുത്തുകൊണ്ട് ആ മനുഷ്യന്റെ കാലിൽ ധരിപ്പിക്കുകയാണ്. തീനാലുള്ള ചെരുപ്പ് ധരിക്കുമ്പോ തലച്ചോറ് പോലും ആ സമയം തന്നെ തിളച്ചുമറിയുന്ന രീതിയിൽ നമ്മളുടെ വീട്ടിന്റെ അടുക്കളയിൽ ഭക്ഷണം വെക്കുമ്പോൾ, അരി തിളപ്പിക്കുമ്പോ അതിങ്ങനെ തിളച്ചുമറിയുന്ന ശബ്ദം നമ്മൾ കേൾക്കാറില്ല ചെറുപ്പക്കാരാ? അതുപോലെ തന്നെ ആ ചെരുപ്പങ്ങ് ധരിക്കുമ്പോ നമ്മുടെ തലച്ചോറ് തിളച്ചു മറിയുന്ന ശബ്ദം നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ വല്ലാത്ത അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണെങ്കിൽ ഗൗരവമേറിയ ഒരു ശിക്ഷയെ കുറിച്ച് ചിന്തിക്കാൻ അടിമകളാവുന്ന നമ്മൾക്ക് കഴിയുമോ? ഒരിക്കലുമില്ല മുഅ്മിനീങ്ങളെ. അങ്ങനെ പറയട്ടെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുന്നാര നബിയോട് നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ 1000 കൊല്ലം കത്തിച്ചപ്പോ കറുകറുത്ത രീതിയില് നരകത്തിന്റെ നിറമങ്ങ് മാറിയപ്പോ
നരകത്തിന്റെ തീക്ഷ്ണതയുടെ ചൂടിന്റെ തീക്ഷ്ണതയെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. എന്നാലും സ്വയം ജീവിതത്തിനെ കുറിച്ച് നമ്മൾക്ക് പേടിയില്ല. റമളാൻ കഴിയുമ്പോ പള്ളി ഇതുപോലെ നിറയാറില്ല, പള്ളി ഇതുപോലെ സജീവമാകാറില്ല. മുഅ്മിനീങ്ങളെ, ചില ആളുകളുടെ വിചാരം ജുമഅയും പെരുന്നാളും റമളാനുമാണ് നമ്മൾക്ക് പള്ളിയിൽ വരേണ്ടെന്നുള്ള ചിന്തയാണ്. ഒരിക്കലുമല്ല. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയം ഏത് സമയവും തഅല്ലുഖും ബിൽ മസാജിദി, പള്ളിയോട് ബന്ധപ്പെട്ട ഹൃദയമായിരിക്കും. റമളാനിൽ മാത്രമാണോ വരുന്നത്? അങ്ങനെ റമളാനെ മാത്രം ഉപയോഗപ്പെടുത്തി ബാക്കിയുള്ള സമയം ജീവിതം അലോസരമായി കഴിഞ്ഞാൽ നരകമറിയാതെ നമ്മളെ തേടി വരുമെന്നുള്ള സത്യം നിങ്ങൾ മറക്കല്ലേ മുഅ്മിനീങ്ങളെ. അങ്ങനെ വളരെ ഗൗരവമേറി നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, നബിയേ, അതിന്റെ അകത്ത് വലിയ ജീവികളുണ്ട് നബിയേ, അതിന്റെ അകത്ത് വലിയ വലിയ മൃഗങ്ങളുണ്ട് നബിയേ, വലിയ വലിയ പാമ്പുകളാണ് അതിന്റെ അകത്തുള്ളത്, കോവർ കഴുതയുടെ വലിപ്പം തോന്നുന്ന തേളുകളുണ്ട് നബിയേ. അതേ, അതിന്റെ എങ്ങാനം ഒരു കടിയെങ്ങാനം കിട്ടിയാൽ കിട്ടുന്ന സമയത്ത് ഈ മനുഷ്യൻ അവിടെ നിന്ന് ഓടുകയാണ്. ഓടുന്നത് നരകത്തിന്റെ അടുത്ത അറ്റത്തേക്കാണ്, അടുത്ത കവാടത്തിന്റെ അരികിലേക്കാണ്, ഈ നരകത്തിന്റെ വേറെ ഒരു ഭാഗത്തേക്കാണ്. അവിടെ ചെല്ലുമ്പോ ഇതുപോലെ തന്നെ ഈ തേളങ്ങ് കടിക്കുകയാണ്. ഈ മനുഷ്യൻ വീണ്ടും ഓടുകയാണ്. വീണ്ടും ഓടിയിട്ട് നരകത്തിന്റെ വേറെ ഒരറ്റത്തേക്ക് ചെന്ന് കയറുകയാണ്. അങ്ങനെ വീണ്ടും കടിക്കുന്നു, വീണ്ടും ഓടുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇതിന്റെ സംഭവ ബഹുലതകളെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുന്നാര നബിയോട് പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ഈ മനുഷ്യൻ ഓടുകയാ. ഇതിന്റെ എങ്ങാനം ഒരൊറ്റ കടിയെങ്ങാനം കിട്ടിയാൽ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ, നമ്മുടെ നഖങ്ങളും രോമങ്ങളും ഒരൊറ്റ കടിക്ക് തന്നെ ഇല്ലാണ്ടായി പോകും നബിയേ. മുഅ്മിനീങ്ങളെ, ചിന്തിക്കണേ. നമ്മളൊന്ന് നടക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒരു തടി വന്ന് നമ്മുടെ കാലിൽ വീണിട്ട് നമ്മുടെ ഒരു നഖം പുറത്തേക്ക് വന്നാൽ എന്തൊരു വേദനയാണ്. പോട്ടെ ശരീരത്തിലേതെങ്കിലും ഒരു റബ്ബർ ബാൻഡ് വലിച്ചു കയറ്റി ഒന്ന് വലിച്ചെടുക്കുമ്പോ നമ്മുടെ അല്പരോമങ്ങളൊന്നും അതിന്റെ അകത്തുനിന്ന് പറിച്ചു പോകുന്ന സമയത്ത് ശരീരത്തിനെന്തു വേദനയാണ്. ഈ തേളിന്റെ ഒരൊറ്റ കടി കൊണ്ട് ശരീരത്തിന്റെ നഖങ്ങളും രോമങ്ങളും മുഴുവനും തെറിച്ചങ്ങ് പോകുമെങ്കിൽ ഭയാനകമാവുന്ന നിമിഷങ്ങളുടെ ഗൗരവങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് സുഖലോലുപതയുടെ സ്വർഗം കൊതിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ അതേ ഈ ദുനിയാവിന്റെ രണ്ടിരട്ടിയാണ് സ്വർഗം. അതുകൊണ്ട് ഈ ദുനിയാവിൽ കഷ്ടപ്പെടുന്നവർക്ക് സ്വർഗത്തിൽ പാറിപ്പറക്കാൻ കഴിയുമെന്ന് പറയുമ്പോ അതേ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം നിങ്ങൾ കാണേണ്ടതാണ്. അങ്ങനെ പറയുകയാ, ഈ തേളിന്റെ ഒരു കടി കിട്ടിക്കഴിയുമ്പോ നഖങ്ങളും രോമങ്ങളും ധരിക്കുകയാണ്. അതിലുള്ള ഒരു പാമ്പിന്റെ കടിയെങ്ങാനം കിട്ടിയാൽ 40 ഖരീഫ, 40 കൊല്ലം വരെ വേദന മാറാതെ നടക്കുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞെങ്കില് ഇന്ന് ചെറിയ ചെറിയ പ്രാണികൾ പോലും നമ്മുടെ ശരീരത്തിൽ കുത്തിയിട്ട് ഹോസ്പിറ്റലുകളിൽ കയറി നടക്കുന്ന ദുർബലരാകുന്ന അടിമകളുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കണേ വാപ്പാ. ഒരു പാമ്പ് ഒന്ന് കടിച്ചിട്ട് 40 കൊല്ലത്തോളം വേദന മാറാതെ നിലനിൽക്കുകയാണ്. ആ നരകത്തിലെ ഒരു കഷ്ണം തീയെങ്ങാനം കടലിലേക്കെങ്ങാനം വന്നു വീണാൽ ആ സമുദ്രത്തിലുള്ള എല്ലാ ജീവികളുടെയും ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ്.
ആ നരകത്തിലെ ഒരു കഷ്ണം തീയുടെ കാര്യമാണ് നാം പറയുന്നത്. സമുദ്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നവരാണ്, ഹാർബർ ജീവിതത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾക്ക് പറയാൻ ഉദാഹരിക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, ചിന്തിക്കാൻ നേരം വേണ്ട. ആ വിശാലമായി കിടക്കുന്ന സമുദ്രപരപ്പിലേക്ക് ഒരു കഷ്ണം തീയെങ്ങാനം മണ്ണു വന്നു വീണാൽ അത് മത്സ്യം മാത്രമല്ല, ഒരൊറ്റ വസ്തുവും, കടലിന്റെ അടിയിലുള്ള ഒരൊറ്റ വസ്തു പോലും പിന്നവിടെ ഉണ്ടാകില്ല. അതേ ജീവനുള്ള മത്സ്യങ്ങളും പാമ്പുകളും കുതിരകളും എല്ലാം ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്ലാത്ത പല പല രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളും വജ്രങ്ങളും എല്ലാം സമുദ്രത്തിന്റെ അടിയിലുണ്ടല്ലോ, അതെല്ലാം നശിച്ചു പോവുകയാണ്. ഒരൊറ്റ കഷ്ണം തീ സമുദ്രത്തിൽ വീണുന്നതിന്റെ ഗൗരവമാ ഞാൻ പറയുന്നത്. പുന്നാര നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഗൗരവം അറിയാൻ ഒരു സംഭവം നമ്മളൊന്ന് ഓർക്കണേ. നമ്മുടെ അടുപ്പിൽ കിടക്കുന്ന തീ പോലും പടച്ചവനോട് ദുആ ചെയ്തെന്ന. നമ്മൾ വീട്ടില് ഭക്ഷണം പാകം ചെയ്യുമ്പോ നമ്മുടെ അടുപ്പിൽ ഇങ്ങനെ കിടക്കുന്ന തീയുണ്ടല്ലോ, ആ തീ പോലും പടച്ചവനോട് ദുആ ചെയ്തെന്ന. റബ്ബേ, നാളത്തെ നരകത്തിലെ തീയുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കല്ലേ അല്ലാ. നമ്മുടെ അടുപ്പിലുള്ള തീ പോലും നരകത്തിന്റെ ഭയാനകമാവുന്ന തീയെ കുറിച്ച് കാവല് ചോദിച്ചെങ്കില് ഞാനും നിങ്ങളും ഈ ശരീരം കൊണ്ട് എങ്ങനെയാ വപ്പാ നരകത്തിൽ കിടക്കുന്നത്? എത്ര വലിയ ഗൗരവമാണ്. അതുകൊണ്ട് പറയുകയാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇത് മുഴുവനും പുന്നാര നബിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോ എന്റെ നഫ്സിനെ ഞാൻ ഉണർത്തട്ടെ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നഫ്സിനോട് പറയണേ, നരകത്തിനെ തൊട്ട് റബ്ബേ വിദൂരമാക്കണേ. ഏതു സമയവും പറയണം. ദിവസവും 3 തവണ ചുരുങ്ങിയതൊരു മനുഷ്യൻ പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇതെല്ലാം പറഞ്ഞിട്ട് പുന്നാര നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു കാര്യം പറയുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരിക്കൽ എന്നെ അല്ലാഹു വിളിക്കുന്ന ഒരു രംഗമുണ്ട്. ഒരിക്കൽ ഈ ജിബ്രീലിനെ അല്ലാഹു വിളിക്കുകയാണ്. എന്തിനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കുന്നത്? എന്തിനെന്നറിയോ? അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുകയാ, ജിബ്രീലേ, നരകത്തിനെ കാക്കുന്ന മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം, മാലിക് എന്ന മലക്കിന്റെ അരികിലേക്കൊന്നു പോകുമോ? എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടുന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും സന്തതികൾക്കും തീ കത്തിക്കാൻ വേണ്ടി, പാചകം ചെയ്യാൻ വേണ്ടി ഒരു കഷ്ണം തീ, കുറച്ച് തീ വാങ്ങിച്ചു കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞു നബിയേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിക്കുകയാണ്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ, നമ്മൾ ഉറക്കെ പറയണം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു വിളിച്ചിട്ട് പറയുകയാണ്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്ന് അടുപ്പിൽ കിടന്ന് പാചകം ചെയ്യുമ്പോൾ കത്തുന്ന തീയില്ലേ, ആ തീ കൊണ്ടുവരാൻ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മാലിക് എന്ന നരകത്തിനെ കാക്കുന്ന മലക്കിന്റെ ചാരത്ത് ചെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു വിടുകയാ. അങ്ങനെ വന്ന് തീയാണ് നമ്മുടെ അടുപ്പിൽ കിടന്ന് കത്തുന്നത്. ഇതിന്റെ ഗൗരവം നാം പഠിക്കണം. അങ്ങനെ അതേ അവിടെ നിന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മാലിക് എന്ന മലക്കിനോട് ചെന്നുകൊണ്ട് പറയുന്നു, മാലിക്കേ, അല്ലാഹു പറഞ്ഞയച്ചതാ ഇതുപോലെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും സന്തതികൾക്കും പാചകം ചെയ്യാനുള്ള കുറച്ച് തീയൊന്ന് തരുമോ മാലിക്കേ? ആ സമയത്ത് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാ, യാ ജിബ്രീൽ, കം തുരീദു മിനന്നാർ,
എത്രയാണ് ജിബ്രീലേ ഉദ്ദേശിക്കുന്നത്? എത്ര തീയാണ് വേണ്ടത്? ഒന്ന് പറയുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആലോചിച്ചിരുന്നിട്ട് പറയുകയാ, ഒരു കാരക്കയുടെ കഷ്ണം വരുന്ന തീ ഒന്ന് തന്നു വിടുമോ മാലിക്കേ? മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ. മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ ജിബ്രീൽ, എന്ത് ലോകമാണ് നരകമെന്ന് ഇതുവരെ തിരിഞ്ഞില്ലേ ജിബ്രീൽ? എന്ത് ലോകമാണ്? ഒരു കാരക്കയുടെ അത്രയും വലിപ്പമുള്ള തീയാണോ ചോദിക്കുന്നത്? ആ തീയെങ്ങാനും തന്നുവിട്ടാൽ 7 ആകാശവും ഭൂമിയും ഈ ദുനിയാവ് തന്നെ ഇനി ഉണ്ടാവില്ല ജിബ്രീൽ. അത്രത്തോളം തീക്ഷ്ണതയുണ്ട് ഒരു കാരക്കയുടെ വലിപ്പം വരുന്ന തീ കഷ്ണത്തിനെന്ത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മാലിക് എന്ന മലക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിച്ചിരുന്നിട്ട് പറയുകയാ, എന്നാൽ ആ കാരക്കയുടെ അകത്തുള്ള ആ കുരുവിന്റെ വലിപ്പമുള്ള തീ തരുമോ മാലിക്കേ? മാലിക് അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ചോദിക്കുകയാ, അല്ലയോ ജിബ്രീൽ, എന്തേ പറഞ്ഞിട്ട് മനസ്സിലാകാത്തത്? നരകത്തിന്റെ തീയുടെ തീക്ഷ്ണത മനസ്സിലാകുന്നില്ലേ ജിബ്രീലേ? ഒരു കാരക്കയുടെ അത്രയും വലിപ്പമുള്ള ഈ കഷ്ണമെങ്ങാനും ഞാൻ തന്നു വിട്ടാൽ ദുനിയാവിലേക്ക് നിങ്ങൾ കൊണ്ടുപോയാൽ മേഘങ്ങളിൽ നിന്ന് മഴ വീഴില്ല ജിബ്രീൽ. ആകാശത്ത് നിന്ന് മഴ വീഴില്ല ജിബ്രീൽ. വലം യംബുതു ഫിൽ അർളി നബാത്ത്, ഒരു സസ്യം പോലും മുളക്കില്ല ജിബ്രീൽ. ഒരു കാരക്കയുടെ കുരുവിന്റെ അത്രയുള്ള തീയുടെ കഷ്ണം ചോദിച്ചിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും സന്തതികൾക്കും പാചകത്തിന് കൊണ്ടുപോകാൻ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മാലിക് എന്ന മലക്ക് പറഞ്ഞത്, ഒരു കാരക്കയുടെ കഷ്ണമുള്ള തീയെങ്ങാനും കൊണ്ടുപോയാൽ വലം യംബുതു ഫിൽ അർളി നബാത്ത്, ഈ ഭൂമിയിൽ ഒരു സസ്യവും മുളക്കില്ല. ഇത്ര ചൂടേറിയിരിക്കുന്ന സമയത്തും വൃക്ഷങ്ങൾ നമ്മൾക്ക് തണല് നൽകി സമാധാനം നൽകുമ്പോ ആ വൃക്ഷങ്ങൾ മുളക്കില്ലെന്നാ വപ്പമാരെ പറയുന്നത്. ഒരു കാരക്കയുടെ ഒരു കുരുവിന്റെ അത്രയും കഷ്ണമുള്ള തീയുടെ ഗൗരവം തീക്ഷ്ണതയാ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കടേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അമ്പരക്കുകയാ, പടച്ചവരെ എന്തൊരു ലോകമാണ് നരകം. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, യാ ഇലാഹി ലം ആഖിദം മിനന്നാർ. റബ്ബേ, ഈ മലക്ക് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്പം തീ ചോദിച്ചപ്പോ ഒരു കാരക്ക പറഞ്ഞു നോക്കി, രക്ഷയില്ല. കാരക്കയുടെ കുരുവിന്റെ അത്രയും ചോദിച്ചിട്ട് പോലും അതിന്റെ തീക്ഷ്ണത കേട്ടിട്ട് ഈ ജിബ്രീലിനെ താങ്ങാൻ കഴിയുന്നില്ല റബ്ബേ. അതുകൊണ്ട് നീ തന്നെ ഒന്ന് പറഞ്ഞു തരുവോ? മാലിക് എന്ന മലക്ക് വീണ്ടും ചോദിക്കുകയാണ്, കംതുരീദു മിനന്നാർ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എത്രയാ വേണ്ടത് പറ പറ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്തു പറയാനാ? ഒരു കാരക്കയുടെ കുരുവിന്റെ അത്ര പറഞ്ഞിട്ട് പോലും രക്ഷയില്ലെങ്കിൽ ഇനി എന്തു പറയൂന്നറിയാതെ റബ്ബിനെ വിളിക്കുമ്പോ റബ്ബ് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, ജിബ്രീൽ, കടുക് മണിയുടെ അത്ര വലിപ്പമുള്ള തീ കഷ്ണം ചോദിക്ക് ജിബ്രീൽ. കാരക്ക ചോദിച്ചു, കാരക്കയുടെ കുരുവിന്റെ അത്ര ഉള്ളത് ചോദിച്ചു. അതൊന്നും കൊണ്ട് രക്ഷയില്ല ജിബ്രീൽ. കംതുരീദു മിനന്നാർ, പിന്നെ എത്ര വേണം? എന്ത് രക്ഷ? ജിബ്രീൽ അലൈഹിസ്സലാം ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, കടുകുമണിയുടെ അത്ര വലിപ്പമുള്ള തീ കഷ്ണം ചോദിച്ചു നോക്ക് ജിബ്രീൽ. അതുകൊണ്ട് ആ ജിബ്രീൽ, എന്റെ ഈമാനുള്ള വാപ്പമാരെ, ചെറുപ്പക്കാരാ, ആ കടുകുമണിയുടെ വലിപ്പമുള്ള തീ കഷ്ണം വാങ്ങിച്ചെങ്കിൽ പോലും അതും വെറുതെ ആദം നബിയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. പിന്നെയോ
അത് കൊണ്ടുവന്നിട്ട് വലിയ ഒരു പുഴയിലേക്ക് മുക്കണേ ജിബ്രീൽ. 70 മറ 70 പ്രാവശ്യം മുക്കണം. 70 തവണകളായിട്ട് ആ നദിയുടെ ഉള്ളറയിലേക്ക് ഈ തീ എന്ന കടുകുമണി വന്ന കഷ്ണമുണ്ടല്ലോ, അത് 70 തവണകളായിട്ട് ആ പുഴയിലേക്ക് മുക്കണം. എന്നിട്ടേ അത് നബിക്ക് കൊടുക്കാവൂ. കടുകുമണിയുടെ അത്രയും വലിപ്പമുള്ള തീ കഷ്ണം പോലും പറയുമ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ 70 തവണകളായി പുഴകളിൽ മുക്കിയിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്റെയും നിങ്ങളുടെയും അടുക്കളയിൽ കത്തുന്ന തീ അതാണെന്ന് പറയുമ്പോ അതിന്റെ ഗൗരവം നമ്മൾ ചിന്തിക്കണം. ആ തീ പോലും പടച്ചവനോട് ദുആ ചെയ്യുന്നത്, റബ്ബേ ഈ അടുക്കളയിൽ കിടന്ന് കത്തുന്ന ഈ ഞാനെന്ന ഈ പാവമായ ദുർബലമായ ഈ തീ എന്ന കഷ്ണത്തെ നരകമെന്ന തീക്കുണ്ടാരത്തിലേക്കിട്ട് കത്തിക്കല്ലേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് തേടാൻ നേരമില്ല. മറ്റു പല ജീവിതങ്ങളുടെ പുറകിന് സഞ്ചരിക്കുമ്പോ സ്വന്തം ജീവിതം കത്തിക്കരിയുന്ന രംഗത്തെ കുറിച്ചാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, അതിന്റെ ഗൗരവം വളരെ വലുതാണ്. അങ്ങനെ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം ഗൗരവമായിട്ട് നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ നരകത്തിന് 7 കവാടമുണ്ട് നബിയേ. സ്വർഗത്തിന് 8 കവാടം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാബു തൗബ എന്നും ബാബു ഖാലിമീനല്ലോ എന്നും ബാബു ഷിഫ അങ്ങനെ തുടങ്ങി ബാബു റയ്യാൻ, നോമ്പുകാർക്കുള്ള കവാടമാണ് റയ്യാൻ. അങ്ങനെ 8ഓളം കവാടം സ്വർഗീയ കവാടത്തിനുണ്ട്. ഈ പരിശുദ്ധമായ റമളാനിന്റെ മഹത്വം തന്നെ നമ്മൾക്ക് ലഭിച്ചത് ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, ആ സ്വർഗത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു കിടക്കുകയാണ്. വഗുല്ലിഖത്ത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങളൊക്കെ കൊട്ടിയടക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 7 കവാടങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഓരോ കവാടവും അങ്ങനെ വിശദീകരിക്കുകയാ. അതിന്റെ അകത്ത് ഏറ്റവും മുന്തിയ കവാടം ജഹന്നം എന്ന കവാടമാണ്. അങ്ങനെ കടന്നു വരുമ്പോ ഹുത്തമ എന്നൊരു കവാടമുണ്ട്. ഓരോരോ കവാടങ്ങളെയും പുന്നാര നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിക്കുകയാ. ഒന്നാമത്തെ കവാടത്തിന്റെ കാര്യങ്ങൾ പറയുന്നു, ഇതിന്റെ അകത്ത് കിടക്കുന്നവരാരാണ്. രണ്ടാമതും പറഞ്ഞ്, മൂന്നാമതും പറഞ്ഞ്, 6ാമത്തെ കവാടത്തില് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിങ്ങനെ നിൽക്കുമ്പോ 7ാമത്തെ കവാടം അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്ന് ചോദിക്കുകയാണ്, ജിബ്രീലേ ഈ 6 കവാടം കേട്ടപ്പോൾ തന്നെ വല്ലാത്ത അവസ്ഥയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ മാറുകയാണ്. ഇനി എന്താണ് 7ാമത്തെ കവാടം മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, നബിയേ 7ാമത്തെ കവാടം ഞാനിനി പറയണോ? പറയണം ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 7ാമത്തെ വാതിലിനെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങട്ട് ഗൗരവം വിശദീകരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, 7ാമത്തെ കവാടം ആർക്കാ ജിബ്രീലേ ഉള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, യാ റസൂലല്ലാഹ് അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക. നബിയേ നബിയേ ഇതങ്ങയുടെ സമുദായത്തിന് വേണ്ടിയുള്ള കവാടമാ നബിയേ.
പുന്നാര നബി കരയുകയാ ബുക്കാഅൻ ശദീദാ. അല്ലാഹുവിന്റെ റസൂല് വല്ലാത്ത കരച്ചിലാ വപ്പമാരെ. ഞാൻ നിങ്ങളും പോയി കിടക്കേണ്ട കവാടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ 6 കവാടം പറഞ്ഞപ്പോഴും പുന്നാര നബിയുടെ കണ്ണ് നനഞ്ഞിട്ടില്ല. 7ാമത്തതിന്റെ ഗൗരവം എന്ന് പറഞ്ഞിട്ട് അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക്കാ, നബിയെ അങ്ങയുടെ സമുദായത്തിനു വേണ്ടി ഒരുക്കിയ കവാടമായത്. അല്ലാഹുവിന്റെ റസൂല് ബുക്കാഅൻ ശദീദാ, വല്ലാത്ത കരച്ചിലങ്ങ് കരയുകയാ, നിർത്തുന്നില്ല. ചോദിക്കുന്നു ജിബ്രീൽ, എന്റെ ഉമ്മത്തും നരകത്തിൽ കടക്കുമോ ജിബ്രീൽ? എന്റെ ഉമ്മത്തും കടക്കുമോ? നമ്മൾ എന്ത് അന്തസ്സോടുകൂടി, എന്ത് സന്തോഷത്തോട്, എന്ത് അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി ഒരു വലിയ കൂറ്റൻ കവാടം തന്നെ നരകത്തിൽ പണിതു വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, അഹ്ലുൽ കബായിരി മിൻ ഉമ്മത്തിക, ഇവിടത്തേക്ക് കടന്നു വരുന്നത് അങ്ങയുടെ സമുദായമാ. പുന്നാര നബി കരയുകയാണ്. ആ നരകത്തിന്റെ തീയുടെ തീക്ഷ്ണതകളെ കുറിച്ച് പറയുമ്പോ ഈ എന്റെ മനസ്സിനോ നിങ്ങളുടെ കണ്ണുകൾക്കോ കരയാൻ കഴിയുന്നില്ല. നമ്മളെത്ര ഈമാനിൽ അടിയുറക്കാതെ ഈമാൻ കൊണ്ട് തളർന്നു പോയവരാ വപ്പാ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാ, നബിയേ അങ്ങയുടെ സമുദായവും ഇവിടേക്ക് വരും നബിയേ, അവർക്കുള്ള കവാടമാ. അവരാരാ ജിബ്രീൽ? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ തങ്ങ് പറഞ്ഞ് കരയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരയുകയാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, ജിബ്രീലേ എന്തിനാ കരയുന്നത്? നബിയേ അങ്ങയുടെ കണ്ണ് നിറഞ്ഞ ഈ നരകത്തിനെ കുറിച്ചോർത്താണെങ്കിൽ ഈ മലക്കാവുന്ന ഈ പാവപ്പെട്ട ജിബ്രീൽ നരകത്തിലേക്ക് വീണു പോകുമോ നബിയേ? എനിക്കെന്റെ ശരീരത്തിനെ കുറിച്ച് പേടിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞെങ്കില്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കരഞ്ഞെങ്കില്, ആ നരകത്തിന്റെ തീയുടെ തീക്ഷ്ണതയോർത്തിട്ട് നമ്മൾക്കെന്തേ വപ്പമാരെ കരയാൻ കഴിയാത്തത്? എത്ര വലിയ ഗൗരവമാണ്. ഈ റമളാനങ്ങ് കഴിഞ്ഞ് ശവ്വാലങ്ങ് കടന്നു വന്ന് പെരുന്നാളിന്റെ ആഘോഷത്തിൽ തിമിർത്താടിയിട്ട് ആർഭാട ജീവിതത്തോടുകൂടി ഈ ദുനിയാവിന്റെ തൊലിക്ക് പുറത്തിങ്ങനെ ഉല്ലസിച്ച് നടക്കുമ്പോ ഏത് സമയമാ മരണമെന്നുള്ളത് നിങ്ങൾ മറക്കല്ലേ വാപ്പാ. ഓരോ മനുഷ്യനും ചെരുപ്പ് ധരിച്ച് നടക്കുന്നുണ്ടല്ലോ. നമ്മളൊക്കെ ചെരുപ്പിന്റെ ബാറിലേക്കൊന്നു നോക്കുമ്പോ ആ ചെരുപ്പിന്റെ ബാറും നമ്മളുടെ ശരീരവും നമ്മളുടെ കാലിന്റെ ഭാഗവും എത്ര മാത്രമാണോ അടുത്തിരിക്കുന്നത്, അതുപോലെ മരണം നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് മരണത്തെ പേടിക്കാൻ നേരമില്ല. എനിക്കെത്ര വയസ്സുണ്ട്? ഇന്ന് 20 വയസ്സേ എനിക്കുള്ള, 25 വയസ്സേ ഉള്ള. എത്ര വലിയ ചെറുപ്പക്കാരനാ ഞാനിപ്പോഴൊന്നും ഈ ദുനിയാവിൽ നിന്ന് പോകത്തില്ല എന്ന വാശിയാണോ? മരണം പ്രായം നോക്കി വരുന്നതല്ല. ഇദാ അജലുഹും ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ഏതു മനുഷ്യനും ഒരു സമയം പടച്ചവൻ എഴുതി വച്ചിട്ടുണ്ട്. അതെത്തുമ്പോ പടച്ചവരെ, എന്റെ മകൻ വിദേശത്ത് നിന്ന് വരാനുള്ളതാണ്, അടുത്തയാഴ്ച എത്തുമെന്നാണ് നമ്മൾക്ക് പറഞ്ഞു കാത്തിരിക്കാൻ മലക്കുകൾ ഇരിക്കില്ല. സമയമാവുന്ന സമയത്ത് അപ്പമാരെ ചെറുപ്പക്കാരാ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഖബറിൽ രക്ഷപ്പെട്ടാലല്ലേ ഇവിടെ എല്ലാം രക്ഷപ്പെടുകയുള്ളൂ. ഖബറിൽ രക്ഷപ്പെടണ്ടേ? ഖബറിൽ രക്ഷപ്പെടാതെ മഹ്ശറിൽ രക്ഷപ്പെടുമോ? മഹ്ശറിൽ രക്ഷപ്പെടാതെ സിറാത്ത് വേഗത്തിൽ കടക്കുമോ? സ്വർഗം ലഭിക്കുമോ? ഇല്ല, ഇല്ല. അതല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മരണം കേൾക്കുന്ന സമയത്ത് കരഞ്ഞു കരഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ച അവസാന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മുഖത്ത് ചെന്ന് നോക്കിയപ്പോ കരഞ്ഞ കണ്ണിന്റെ കണ്ണുനീർ തുള്ളികൾ ഒഴുകിയ പാടിങ്ങനെ കവിളിൽ കാണുകയാ. ഖബറോർത്ത്
കരഞ്ഞിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ മുഖത്ത് ആ കണ്ണുനീർ തുള്ളികൾ ഒലിച്ച പാട് കണ്ടെന്ന് മഹത്തുക്കൾ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മരണം നമ്മൾക്കിന്ന് തമാശയാ. ഫാഷൻ ലോകത്തിങ്ങനെ അടിച്ചു പൊളിച്ച് രസിച്ച് ജീവിക്കുമ്പോ, മരണത്തിന്റെ ഗൗരവം അറിയാതെ ജീവിക്കുമ്പോ നമ്മളൊന്ന് മനസ്സിലാക്കണേ. ഞാനും നിങ്ങളെല്ലാവരും ഉമ്മാടെ ഗർഭാശയത്തിൽ വന്നിരിക്കുന്നൊരു സമയമുണ്ട്. ആ ഗർഭാശയത്തിൽ നിന്ന് ഈ പുറത്തേക്ക് കടന്നു വരുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ഞാനും നിങ്ങളെല്ലാവരും കൈയിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടല്ലേ വാപ്പാ വന്നത്. ആ സമയത്ത് എന്റെ മുമ്പിലുള്ള ഒരാളെയും എനിക്കറിയില്ല. മാത്രമല്ല ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എല്ലാം പിടിച്ചെടുത്തോണ്ട് പോകുമെന്ന ചിന്തയിലാ നമ്മൾ വരുന്നത്. എന്നാൽ അവസാനം നമ്മളുടെ ആത്മാവങ്ങ് വേർപിരിയുമ്പോ മയ്യിത്ത് കട്ടിലിലേക്കൊന്ന് നോക്ക് ചെറുപ്പക്കാരാ. ഓരോ മയ്യിത്തും കിടക്കുന്നതിങ്ങനെയാ. കൈ നിവർത്തിയിട്ടല്ലേ കിടക്കുന്നത്. കൈയിന് മുറുക്കി പിടിച്ചാൽ പോലും മരണത്തിന്റെ വെപ്രാളത്തിൽ കയ്യങ്ങ് തുറയുകയാണ്, കയ്യങ്ങ് തുറപ്പിക്കുകയാ. അത്രത്തോളം ഗൗരവമേറിയ മരണത്തിന്റെ ഭയാനകതകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ സമയത്ത് പറയുകയാ, ആ സമയത്ത് വലദത്ക ഉമ്മുക ബാക്കിയാ. നീ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നീ വരുന്ന സമയത്ത് നിന്റെ ഉമ്മ കരയുകയാ. ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഉമ്മ വല്ലാത്ത കരച്ചിലാ. വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറാ. ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളൊക്കെ വല്ലാത്ത ചിരിയാ, സന്തോഷമാ. കാരണം ഒരു കുഞ്ഞിക്കാല് ജീവിതത്തിലേക്ക് വരുമ്പോ വീട്ടിലുള്ള കുടുംബക്കാര് കരയുകയാ. പ്രസവത്തിന്റെ വേദന കൊണ്ട് ഉമ്മ കരയുകയാ, കുടുംബക്കാര് ചിരിക്കുകയാ. എന്നാൽ ഫജിഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹിക വസുറൂറാ. നാളെ മരണമെന്ന യാഥാർത്ഥ്യ സമയമുണ്ടല്ലോ ചെറുപ്പക്കാരാ. ആ സമയത്ത് നിന്റെ കൂടെയുള്ളവരെല്ലാം നിന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടു പോകുമ്പോ കരയുകയാ, ഉറ്റവര് കരയുകയാ. വാപ്പയുടെ മരണം കണ്ട് മക്കള് കരയുകയാ, ഉമ്മയുടെ മരണം കണ്ട് മകള് കരയുകയാ. എല്ലാവരും വല്ലാത്ത കരച്ചിലാ. ആ സമയത്ത് മോരെ നീ ചിരിച്ചുകൊണ്ട് മരിക്കടേ. ഫജിഹദ് ലിനഫ്സിക, നീ നിന്റെ നഫ്സിനോട് ജിഹാദ് നടത്തടേ. ഫജിഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹിക വസുറൂറാ. അന്ന് മരണപ്പെട്ട് കിടക്കുന്ന നിന്റെ മുഖം ഇങ്ങനെ പുഞ്ചിരിക്കണം. ചില ആളുകളുടെ മയ്യിത്ത് കാണാൻ പോകുമ്പോൾ നമ്മൾക്കറിയാം, പല ആളുകളും പരസ്പരം ചർച്ച ചെയ്യുന്നത് എന്ത് നല്ല വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തോടുകൂടി മരിച്ചുപോയ മനുഷ്യനെന്നല്ലേ. കാരണം ആ മനുഷ്യൻ കിടക്കുന്ന സമയത്ത് പല്ലു തുറന്ന് ഇളിച്ചുകൊണ്ട് ആ ചിരിയുടെ കഥയല്ല. മുഖത്തേക്ക് നോക്കുമ്പോ, ചില ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. അതാണ് പുഞ്ചിരി സ്വതക്കയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല, പൈസ കൊടുക്കാനില്ല, പാവങ്ങൾ ഉണ്ടാകും. എങ്കിലും പുഞ്ചിരി ഉണ്ടെങ്കിലും മറ്റു മനുഷ്യന് നീ സന്തോഷം കൊടുത്താൽ അത് സ്വതക്കയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ചില ആളുകൾ മരിച്ചു കിടക്കുമ്പോ ഈമാനുള്ളവരുടെ മരണത്തിന്റെ ലക്ഷണമെന്ന് പറയുന്നത്, മരിച്ചു കിടക്കുന്ന സമയത്ത് മൂക്കിന്റെ സന്ധി വികസിക്കുകയാ, നെറ്റിത്തടം വിയർത്തൊലിക്കുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിങ്ങനെ ഉരയുകയാ. അടുത്തുള്ളവർ അടുത്തിരിക്കുമ്പോ വലിയ വെപ്രാളമില്ലാതെ റൂഹങ്ങ് പോവുകയാ.
അവസാനം എത്ര മലക്കുകൾ, ഒരുപാട് മലക്കുകൾ, കണക്കത്ര കൃത്യമായിട്ട് പറയുന്നില്ല. ഒരുപാട് മലക്കുകൾ അങ്ങനെ ശരീരം അങ്ങനെ മുറുക്കി പിടിച്ചിട്ട് കാലിൽ നിന്ന് തണ്ടങ്കാല മുതൽ റൂഹ് പിടിച്ചു പിടിച്ചു കൊണ്ടുവന്ന് തൊണ്ടക്കുഴിയുടെ അടുത്തെത്തുമ്പോഴാണ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് അവിടെയാണ്. നമ്മൾ പറയുമ്പോ റൂഹ് പിടിക്കുന്ന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെയാ. എങ്കിലും തണ്ടങ്കാല് മുതൽ തൊണ്ടക്കുഴി വരെ 500 ആയിരക്കണക്കിന് അത്രത്തോളം മലക്കുകളാ നമ്മുടെ ശരീരം പിടിക്കുന്നത്. അത്രത്തോളം ശക്തിയാണ് മനുഷ്യ ശരീരത്തിന്റെ ആത്മാവിനുള്ളത്. അത്രത്തോളം മലക്കുകൾ പിടിച്ചു പിടിച്ചു തൊണ്ടക്കുഴിയിലെത്തുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് അവിടെയാണ്. കാല് മുതൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നില്ല. തൊണ്ടക്കുഴിയിലെത്തുമ്പോ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പിടിക്കുകയാ. കാര്യം അവിടുന്നുള്ള പിടുത്തമാവപ്പാ, വല്ലാത്ത പിടുത്തം ചെറുപ്പക്കാരാ. ദുനിയാവിന്റെ തൊലിക്ക് പുറത്ത് അമ്പര ചുംബികളാവുന്ന മണിമാളികകളുടെ ഉല്ലാസ ജീവിതത്തിനെ കുറിച്ച് ആസ്വദിച്ച് തിമിർത്താടി ജീവിക്കുമ്പോ അതേ അവിടുന്ന് അവസാനം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൊണ്ടക്കുഴിയിൽ നിന്ന് പിടിച്ചെടുത്ത് അവസാനം റൂഹ് ഇറങ്ങിപ്പോകുന്നത് കണ്ണിലൂടെയാണ്. അതാണ് അവസാനം മയ്യത്ത് കിടക്കുമ്പോ ആ മയ്യത്ത് അവസാനം ഈ കണ്ണിൽ നിന്ന് റൂഹ് പോകുന്നത് ഇങ്ങനെ കാണുകയാ. അതല്ലേ അടുത്തിരിക്കുന്ന സമയത്ത് മയ്യത്തിന്റെ കണ്ണിൽ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തിന്റെ കണ്ണ് നിങ്ങളൊന്ന് തടവി കൊടുക്കണേ. അങ്ങനെ തടവി കൊടുക്കണം. വല്ലാത്ത ഗൗരവമാ പറയുന്നത്. മരണം മരണമെന്ന് പറയുന്നുണ്ട്, പള്ളിയിൽ വിളിച്ചു പറയുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, കബറടക്കുന്നുണ്ട്, പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ മരണത്തിന്റെ ഗൗരവം നമ്മൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാ, ഈ നരകത്തിന്റെ ഭയാനകതകളെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ കിടന്ന് വേദനിക്കുന്ന അടിമ കിടന്ന് കരഞ്ഞിട്ട് മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിടന്ന് വിളിക്കുകയാ, ഒന്ന് രക്ഷിക്കടേ. മാലിക് എന്ന മലക്ക് വിളി കേൾക്കുന്നില്ല. മാലിക് എന്ന മലക്ക് വിളി കേൾക്കുന്നില്ല. 40 കൊല്ലമങ്ങ് കഴിയുമ്പോഴാണ് ഈ മലക്ക് ഇതിന് ഉത്തരമായിട്ട് വരുന്നത്. നമ്മൾ കിടന്ന് കരയുകയാ, നഊദു ബില്ലാഹ്. നരകത്തിന്റെ അടിമകൾ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട് മലക്ക് മാലിക്കിനോട് തേടുമ്പോ മാലിക് എന്ന മലക്ക് 40 കൊല്ലത്തിന് ശേഷമാ വാപ്പാ ഞാനും നിങ്ങളും കരഞ്ഞ ഉത്തരവുമായി വരുന്നത്. അപ്പോഴും സമാധാനത്തിന്റെ വാക്കുമായിട്ടല്ല വരുന്നത്. എന്തിനാ കരയുന്നത്? നീ ഇവിടെ സ്ഥിരതാമസക്കാരനാ മോനെ. കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് കഴിയുമ്പോ 40 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് മാലിക് എന്ന മലക്ക് പറയുന്നത്, നീ ഇവിടെ സ്ഥിരം കിടക്കേണ്ടവനല്ലേ, പിന്നെന്തിനാ കരഞ്ഞിട്ടെന്താ കാര്യം? അവസാനം ഗതിയില്ലാതെ വരുമ്പോ ഈ മനുഷ്യന് പടച്ചവനെ വിളിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിനെ വിളിക്കുകയാ. റബ്ബ് നമ്മളെ ആ സമയത്ത് രക്ഷപ്പെടുത്തുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലും ഇല്ല. നരകത്തിന്റെ ഭയാനകതകൾ അത്രയുമാണ്. ആ മലക്ക് പോലും ആ സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താതെ ഇങ്ങനെ ഇരിക്കുമ്പോ മഹ്ശർ എന്ന വിചാരണയുടെ സമയത്ത് അത് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന കാഹളത്തിലൂതിയിട്ട് എന്റെയും നിങ്ങളുടെയും ഇവിടെയുള്ള ചെമ്പിട്ട പള്ളി പോലെയുള്ള പള്ളിയുടെ ഖബർസ്ഥാനിന്റെ ഉള്ളിൽ കിടക്കുന്ന മയ്യിത്തുകളെല്ലാം മഹ്ശർ എന്ന ലോകത്തിലേക്ക് വരുമല്ലോ. ആ സമയത്ത് അല്ലാഹു പറയുന്നു, ജിബ്രീൽ മാലിക് എന്ന മലക്കിനോട് നരകത്തെ അങ്ങ് കൊണ്ടുവരാൻ പറ ജിബ്രീൽ. നരകത്തിനെ ആ സമയത്ത് മഹ്ശറിലേക്ക് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, മാലിക് എന്ന മലക്ക് പോലും അമ്പരക്കുകയാണ്.
മാലിക് എന്ന മലക്ക് നരകത്തിനോട് വേഗം പോ മഹ്ശറിലേക്കെന്ന് പറയുമ്പോ ആ സമയത്ത് വല്ലാത്ത അട്ടഹാസം കൊണ്ട് നരകത്തിലെ തീ തിളച്ച് മറിയുകയാ. വല്ലാത്ത പത ഇങ്ങനെ നുരന്നു വരുന്ന ശബ്ദം ഇങ്ങനെ നരകമെടുക്കുമ്പോ മാലിക് എന്ന മലക്ക് പോലും വല്ലാത്ത അവസ്ഥയാവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ എന്ന അലൈഹിസ്സലാത്തു വസ്സലാം മലക്ക് പറയുകയാ, ആ ഒരു രംഗത്തെ കുറിച്ച് വാപ്പമാരെ പറഞ്ഞാൽ ഒതുങ്ങൂല ചെറുപ്പക്കാരാ. അത്രത്തോളം തീക്ഷണമാണ് നരകം. അതുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുകയാണ്. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഈ റമളാൻ കൊണ്ട് മാത്രം നമ്മളുടെ ജീവിതം അവസാനിക്കുന്നു എന്ന് പറയാൻ നമ്മൾക്ക് കഴിയില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇനിയും ഒരുപാട് റമളാനുകൾ അള്ളാഹു നൽകട്ടെ. ഓരോ റമളാനുകളിലും പടച്ചവനിലേക്ക് അടുക്കണം. റമളാൻ കഴിയുമ്പോഴും പടച്ചവനിലേക്ക് തന്നെ വീണ്ടും വീണ്ടും അടുക്കണം. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഞാൻ നിർത്തുകയാണ്. റമളാൻ എന്ന മാസം കടന്നു വരുമ്പോ 11 മാസം ചെയ്ത തെറ്റ് പടച്ചവൻ പൊരുത്തപ്പെട്ട് തരാൻ വേണ്ടി ഒരു ഓഫർ നമ്മുടെ മുമ്പിൽ എടുത്തു വെക്കുക എന്ന് മാത്രമല്ല, മോനെ, ഈ റമളാൻ നിന്റെ മുമ്പിൽ വന്നത് എന്തിനെന്നറിയോ? കള്ളു കുടിച്ച് നടന്നവൻ, വ്യഭിചരിച്ച് നടന്നവൻ, മോശമായ രീതിയിൽ ജീവിച്ചവൻ, ഉമ്മായെ മോശമായി പറഞ്ഞവൻ, വാപ്പാന്റെ മുന്നിൽ കൈ ഉയർത്തിയവൻ, സമുദായത്തിൽ മോശമായി നടന്നവൻ, ഉസ്താദുമാരെ ചീത്ത പറഞ്ഞവർ, സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടിയുണ്ടാക്കിയവർ, എല്ലാവരെയും പടച്ചവൻ നല്ല രീതിയിൽ ഒന്ന് ചിത്രീകരിക്കുകയാണ്. എങ്ങനെ ജീവിച്ചതാകട്ടെ നന്നായി വരാൻ ഒരു അവസരം ഈ റമളാനിലങ്ങ് ഒരുക്കി കൊടുക്കുകയാ. എന്നിട്ട് ഈ റമളാൻ വന്നിട്ടും നീ നന്നാകുന്നില്ലെങ്കിൽ എന്റെ ചെറുപ്പക്കാരാ, നിന്റെ മനസ്സിന്റെ ശക്തി എന്തൊരു കരുത്താ. പടച്ചവൻ തന്നെ ചോദിക്കുകയാ. അതുകൊണ്ട് ഈ റമളാൻ വരുമ്പോ നമ്മൾക്കറിയാം, പള്ളിയിൽ വരാത്തവര് പോലും സുജൂദിൽ വന്ന് കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പള്ളിയുടെ അകത്ത് എത്ര ഫാനുണ്ടെന്ന് ചോദിച്ചാൽ, പള്ളിയുടെ അകത്ത് തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ, പള്ളിയുടെ അകത്ത് ഒരു AC വെച്ചത് പോലും അറിയാതെ ജീവിക്കുന്ന മനുഷ്യര് റമളാനിൽ അറിയാതിരിക്കില്ല. കാരണം ആ സമയത്താ പള്ളിയുടെ അകമവൻ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നത്, എങ്ങനെ നടക്കുന്നവരും റമളാൻ എന്ന ഒരു മാസം പള്ളിയിൽ വരാൻ കഴിയുമെങ്കിൽ പിന്നീടുള്ള 11 മാസവും ഈ മനുഷ്യൻ എന്തേ വപ്പമാരെ പള്ളിയിലേക്ക് വരാത്തത്? വളരെ ഗൗരവമാ. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച പോലെ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ കവാടത്തിൽ നിന്നിട്ട് നമ്മൾ ഇറങ്ങുമ്പോ മുസാഫഹത്ത് ചെയ്തിട്ട് കെട്ടിപ്പിടിച്ച് പറയുന്നു, മോനെ, നീ എന്ത് സന്തോഷത്തിലാ പുറത്തേക്ക് വരുന്നത്, ഞാൻ എന്ത് സന്തോഷത്തിലാ നിന്നെ ചേർത്തു പിടിക്കുന്നത്. ഇതുപോലെ സന്തോഷത്തോടെ ഞാൻ നിന്നെ ചേർത്തു പിടിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? എങ്കിലേ അതേ അസ്വലാത്തു ഖൈറും മിനൻ നൗം, സുബ്ഹി മുതൽ വാങ്ക് വിളി തുടങ്ങുമല്ലോ. ഹയ്യ അലസ്വലാ, നിസ്കാരത്തിലേക്ക് വാ ചെറുപ്പക്കാരാ. ഹയ്യ അലൽ ഫലാഹ്, വിജയം ഇവിടെയാ മോരെ, വന്ന് നിസ്കരിക്കടാ ചെറുപ്പക്കാരാ. പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ നിനക്ക് വരാൻ കഴിഞ്ഞാൽ അവസാനം റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് ഇതുപോലെ പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ മുമ്പിലേക്ക് ഞാൻ വരുമെന്ന് ഖാബിദുൽ അർവാഹ് മലക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, നമ്മളുടെ ഈ ജീവിതം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ അവസാനിക്കുമെന്ന് നമ്മൾക്ക് പറയാൻ കഴിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ഉച്ചരിച്ച് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മൂക്കിന്റെ സന്ധി വികസിച്ച് നെറ്റിത്തടം വിയർത്ത് നല്ല ഒരു ഈമാനുള്ള വ്യക്തിയുടെ മരണം പോലെ അള്ളാഹു നമ്മുടെ മരണത്തെ ആക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്.
അല്ലാഹുവേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഇതുപോലെ നാളെ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. കത്തിയാളുന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ നീ വിദൂരത്താക്കണേ അല്ലാ. അല്ലാഹുവേ നീയല്ലേ പറഞ്ഞത് നരകത്തിന്റെ തീക്ഷ്ണതയെ കുറിച്ച്? പുന്നാര നബിയല്ലേ പറഞ്ഞത്? ഈ റമളാൻ മാസത്തിൽ ആരെങ്കിലും പടച്ചവന്റെ തൃപ്തിക്കൊത്തു നോമ്പ് പിടിച്ചാൽ നരകവും അവനും 100 വർഷത്തെ വഴുദൂരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അതുപോലെയുള്ള ഒരു അടിമയാക്കണേ അല്ലാ. കത്തിയാളുന്ന നരകം ഞങ്ങളുടെ ശരീരത്തിൽ ഹറാമാക്കണേ അല്ലാ. ഞങ്ങളുടെ വീട്ടിലുള്ള ഉമ്മ വാപ്പ ഉസ്താദ് ഭാര്യ സന്തതികൾ കൂട്ടുകുടുംബാതിഥികൾ എല്ലാവർക്കും ഹറാമാക്കണേ അല്ലാ. സ്വർഗം ഞങ്ങൾക്ക് വാജിബാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഇരുത്തവും നടത്തവും എല്ലാം സ്വർഗത്തിലേക്ക് മിന്നൽ വേഗതയിൽ സിറാത്തിലേക്ക് കടക്കാനുള്ള സബബാക്കണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈകൽ മസീർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء.